അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത് പല്ലിനെ കുറിച്ച് തന്നെയാണ്. പല്ല് നല്ല രീതിയിൽ കൊണ്ടു നടന്നിട്ടില്ലെങ്കിൽ ഒരുപാട് രോഗങ്ങളുണ്ടാകും. ഭക്ഷണങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ ആവണമെന്നൊക്കെ പറഞ്ഞു. ഇനി പറയുന്നത് പല്ല് നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടാകും, പിന്നെ അത് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കാം. ദാന്തോं की सफाई से പല്ലുകളുടെ വൃത്തി കാരണത്താൽ, വൃത്തി കൊണ്ട് ഇൻസാൻ മനുഷ്യന്മാർ സെഹത് മന്ദ് രഹ്താ ഹെ, നല്ല ആരോഗ്യമുള്ളവരായി നിലകൊള്ളുന്നു. സെഹത് മന്ദ് പറഞ്ഞാൽ ആരോഗ്യമുള്ള, രഹ്താ പറഞ്ഞാൽ ജീവിക്കുന്നു, അതായത് ആരോഗ്യമുള്ളവരായി കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. ഇസ് കേലിയെ ഇതിനു വേണ്ടി ജറൂരി ഹെ, അത്യാവശ്യമാണ്, അതായത് ആരോഗ്യമുള്ളവരൊക്കെ ആവണമെങ്കിൽ അത്യാവശ്യമാണ്. എന്തെന്നാൽ നമ്മൾ സുബ്ഹ് രാവിലെയും ഔർ രാത്രിയിലും സോനേസെ പഹലെ, രാത്രി എപ്പോൾ എന്താ പറയുക, ഉറങ്ങുന്നതിന് മുമ്പും ദാന്തോക്കോ പല്ലുകളെ അച്ചീത്തറ നല്ല രീതിയിൽ ജറൂർ സാഫ് കരെ, അത്യാവശ്യമായി വൃത്തിയാക്കണം. അത്യാവശ്യമായിട്ട് വൃത്തിയാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് രാവിലെ എണീറ്റാൽ ഒക്കെ നമ്മൾ എന്താക്കുക, നല്ല രീതിയിൽ സാഫ് ചെയ്യാം. ദാന്തോं की सफाई के लिए, പല്ലുകളുടെ വൃത്തിക്ക് വേണ്ടി ആം തോർ പർ, സാധാരണയായിട്ട് ആജ്കൽ ഇന്ന്, അതായത് ഈ സമൂഹം ഈ കാലത്ത് ജ്യാദാത്തർ വളരെ വിപുലമായിട്ട് വളരെ അധികമായിട്ട് ബ്രഷ് കാ ഇസ്തേമാൽ കിയാ ജാത്താ ഹെ, ബ്രഷിനെ ഉപയോഗിക്കപ്പെടുന്നു അല്ലേ. നമ്മളിപ്പോൾ പല്ല് തേക്കാൻ ഇപ്പോൾ ഈ കാലത്ത് അധികവും എന്താണ് ഉപയോഗിക്കാറ്, ബ്രഷാണ് ഉപയോഗിക്കാറ്. ഉസ്കെ അലാവ, ഈ ബ്രഷ് കൂടാതെ തന്നെ മഞ്ചൻ, അതായത് കൽക്കരി എന്ന് പറയും, പൽപ്പൊടി കൽക്കരി എന്നൊക്കെ പറയും. പൽപ്പൊടി ഓർ മിസ്വാക്സേ ബി, മിസ്വാക്ക് കൊണ്ടും, അതായത് കൽക്കരി കൊണ്ടും മിസ്വാക്ക് കൊണ്ടും ദാന്ത് പല്ലുകൾ സാഫ് കിയേ ജാത്തേ ഹെ, പല്ലുകൾ എന്താക്കപ്പെടുന്നു, വൃത്തിയാക്കപ്പെടുന്നു. ഈ എന്താ പറയുക, മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഒരു മരത്തിൻ്റെ ചെറിയൊരു കഷ്ണം, വടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇപ്രകാരം തന്നെ ദാന്തോं की सफाई से, പല്ലുകളുടെ വൃത്തി കാരണത്താൽ ഇന്മേ, ആ പല്ലുകളിൽ ഇട്ടക്കെ ഹുയെ എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്ന റേസെ, കഷ്ണങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു കഷ്ണങ്ങൾ, ഇറച്ചിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണങ്ങൾ അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ മിസ്വാക്ക് ചെയ്യൽ കാരണത്താൽ അല്ലെങ്കിൽ പല്ല് തേക്കൽ കാരണത്താൽ എന്താവും, നിക്കൽ ജാത്തേ ഹേ, പുറന്തള്ളപ്പെടുന്നു. ശരിയല്ലേ. ഓർ ദാന്ത്, പല്ല് സാഫ് ഓർ, മാത്രമല്ല പല്ലുകൾ സോഫ് ഓർ സെഹത് മന്ദ് രഹ്തേ ഹേ, പല്ലുകൾ എന്താ വൃത്തിയുള്ളതും ആരോഗ്യമുള്ളതുമായി നിലകൊള്ളുന്നു. ശരിയാണ്, എത്രയോ ശരിയാണ്. ഇസ്കെ അലാവ ദാന്തോं की മസ്ബൂത്തി ഓർ പായിദാരി കെ ലിയെ ജറൂരി ഹെ, ഇവകളെ കൂടാതെ, ഇതൊന്നും കൂടാതെ ദാന്തോं की, പല്ലുകളുടെ മസ്ബൂത്തി ദൃഢതയും ഓർ പായിദാരി ശക്തിയും ഉറപ്പിനും വേണ്ടി ജറൂരി ഹെ, അത്യാവശ്യമാകുന്നു. എന്തെന്നാൽ നമ്മൾ കാനേ പീനേമേ, ഭക്ഷണത്തിലും പാനീയത്തിലും ഇഹ്തിയാത്ത് കരെ, എന്താണ്, സൂക്ഷിക്കണം, സൂക്ഷ്മത പുലർത്തണം. അതായത് എന്തും വാരി വലിച്ച് തിന്നുക, എന്തും കണ്ടതെന്തും കുടിക്കുക, അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. കാനേമേ, ഭക്ഷണത്തിൽ ദൂത് ഓർ ഹരി പത്തിയോം വാലി, അതായത് പാലോ ഓർ ഹരി പത്തിയോം വാലി, നല്ല പച്ചപ്പുള്ള, ഹരി എന്ന് പറഞ്ഞാൽ പച്ച ഇലകളുള്ള അല്ലെങ്കിൽ പച്ച കളറുകളുള്ള സബ്ജിയാൻ, എന്താ പറയുക, പച്ച ഇലകളുള്ള, അങ്ങനെ തന്നെ പറഞ്ഞോളൂ കേട്ടോ, ഹരി പത്തിയോം വാലി, പച്ച ഇലകളുള്ള സബ്ജിയാം, എന്താ പറയുക, പച്ചക്കറികൾ ജറൂറിലെ തീർച്ചയായും വേണം. അതായത് തീർച്ചയായും എടുക്കണം എന്നർത്ഥം, അതായത് തീർച്ചയായും അത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതായത് നല്ല വൃത്തിയുള്ള ഫ്രഷായ പച്ച കളറുള്ള, എന്താ പറയുക, ഇലകളുള്ള അധികം ഫുഡുകൾ ഒരുപാടുണ്ടല്ലോ, അതായത് പച്ചക്കറികൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ഗരം ചീസ്, അതായത് ചൂടുള്ള, ജയ്സെ ഗരം ചീസൻ, ചൂടുള്ള വസ്തുക്കൾ, ജയ്സെ ഏതുപോലത്തെ ചായ കാഫി, അതായത് ചായയും കാപ്പിയും, പീനേക്കെ ഫൗറം ബാദ്, അതായത് കുടിച്ചതിൻ്റെ ഉടനെ തന്നെ, അതായത് ഫൗറം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബാദ് ശേഷം, അതായത് കുടിച്ച ഉടനെ, ടണ്ടാപ്പാനി, എന്താ പറയുക, തണുപ്പുള്ള പാനിയോ അല്ലെങ്കിൽ ഷർബത്ത്, അതായത് സർവത്തോ, തണുപ്പുള്ള സർവത്തോ എന്നെ കുടിക്കരുത് മക്കളെ, കുടിച്ചാൽ അത് കേടാണെന്നാണ് പറയുന്നത്. കാനേമേ, ഭക്ഷണത്തിൽ ജ്യാദാ മീട്ടി ചീസൻ, അല്ലോ നല്ല അധികം മധുരമുള്ള വസ്തുക്കൾ അതും തിന്നരുത്, മധുരമുള്ള വസ്തു തിന്നരുത്. സഖ്ത് ഓർ ജ്യാദ
നല്ല കട്ടിയുള്ളതും ഓർ ജ്യാദാ കട്ടി അധികം പുളിയുള്ളതുമായ ചീസോങ്ക വസ്തുക്കളെ ഇസ്തേമാൽ കം കരെ, ആ വസ്തുക്കളെ ഉപയോഗിക്കൽ കം കരെ കുറയ്ക്കണം. ഇപ്രകാരം പോലെ തന്നെ നമ്മൾ അപ്പിനെ ദാന്തോക്കോ നമ്മുടെ പല്ലുകളെ മസ്ബൂത്ത്, എന്താ പറയുക, ദൃഢതയുള്ളതും ചമക്ക്ദാർ തിളക്കമുള്ളതും ഓർ ഖൂബ്സൂറത്ത് നല്ല ഭംഗിയുള്ളതുമായി രക്ഷക്തേഹേ നിലകൊള്ളാൻ സാധിക്കുന്നു, വെക്കാൻ സാധിക്കുന്നു. അതായത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ പല്ലുകളെ ഉഷാറാക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരും ഡൗട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇങ്ങനെ ആവർത്തിച്ച് പാഠം വായിച്ച് നോക്കുക, കേട്ട് നോക്കുക. അസ്സലാമു അലൈക്കും.